السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. ولذكر الله أكبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: تفكر ساعة خير من 1000 ركعة. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള മുദരിസ് ഉസ്താദ്, അതുപോലെ തന്നെ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി സഖാഫി ഉസ്താദ്, അതുപോലെ സദർ ഉസ്താദ്, ഷരീഫ് സഖാഫി ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള എല്ലാ ഉലമാക്കളും, അതുപോലെ തന്നെ ജമാഅത്ത് പ്രസിഡന്റ്, SYS, മുസ്ലിം ജമാഅത്ത്, SSF, എംഗമേസ് അടക്കമുള്ള ഭാരവാഹികൾ, നാട്ടിൻ്റെ നേതാക്കന്മാർ, നല്ലവരായ മുഹ്മിനീങ്ങൾ, മുഹ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ മജ്ലിസിൽ ചൊല്ലിയ ബഹുമാനമുള്ള ആ ദിക്ർ, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തെരുമാറാകട്ടെ. യജമാനനായ റബ്ബിന്റെ ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു ഇട്ടു തെരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതൽ സമയമൊന്നും വഅദ് പറയുന്നില്ല, അതിനുള്ള വേദികളൊക്കെ അല്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരുപാട് സമയങ്ങൾ വഅദും ഉപദേശം കേട്ട് ക്ഷീണിച്ചവരാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങാം. അല്ലാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യുവാനും നല്ലത് സംസാരിക്കാനും നല്ലത് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ പുറത്ത് നിൽക്കുന്ന ആളെല്ലാം, കാരണം മജ്ലിസ് തീർന്നില്ല, ദിക്റുകൾ മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ആ ദിക്റുകൾ കയ്യലോടുകൂടെ എണിച്ചു പോവുക എന്നുള്ളത് ആ ദിക്റിന്റെ ബഹുമാനത്തിന് അത് വിരുദ്ധമാണ് എന്നാണ് ഞാൻ ഉണർത്തുന്നത്. അതിൽ പുറമെ മജ്ലിസിൽ വന്ന് ഇരിക്കുക എന്നതാണ് മജ്ലിസിന്റെ പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന.
ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസ് അത് സ്വർഗത്തോപ്പാണ്. അവിടെ പറഞ്ഞത് മജ്ലിസ് ഇരിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. മക്കാമുൽ മജ്ലിസ് എന്ന് പറഞ്ഞിട്ടില്ല. മക്കാമുൽ മജ്ലിസ് എന്ന് പറഞ്ഞിട്ടില്ല. മജ്ലിസിൽ നിൽക്കുന്ന സ്ഥലം എന്ന്. അപ്പൊ നിൽക്കുന്നവർക്ക് മജ്ലിസിന്റെ പ്രതിഫലം ഇല്ല, ഇരിക്കുന്നവർക്കാണ് പ്രതിഫലം. മജ്ലിസുൽ ഇൽമി, ഇൽമിന്റെ സ്ഥലത്തിൽ ഇരിക്കുന്നവർ. നിൽക്കുന്നവർക്ക് പ്രതിഫലം എവിടെയാണ് അറിയോ? സാധാരണ നമ്മുടെ മഹാന്മാരുടെ ദർബാരിലൊക്കെ പോയാൽ പറയാനുണ്ട് മക്കാം, സിഎം മക്കാം, അതുപോലെ തന്നെ മമ്പുറം മക്കാം, അതുപോലെ തന്നെ കുത്തുബുസ്സമാൻ സയ്യിദ് മദനി മക്കാം. അവിടെ പോയിട്ട് ഇരിക്കാനില്ല, അവിടെ പോയിട്ട് നിന്നിട്ട് ദ്വാരനിട്ട് വരല. അപ്പൊ ഇരിക്കുന്ന സ്ഥലം മജ്ലിസാണ്. അതിന്റെ ഉറുമത്തൊക്കെ പാലിച്ച് നമ്മൾ നേടിയാൽ, അതിന്റെ പരിപൂർണ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടിയാൽ പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. പിന്നെ ഇപ്പൊ വയല് ആർക്കും ആവശ്യമില്ല, എല്ലാരും വയല് പറയുന്നത്. വാള് എല്ലാവരും ചെല്ല അല്ലേ? ഞങ്ങളെ മക്കളടക്കം മൈക്ക കൊടുത്തെങ്കിൽ സാധാരണ ഇപ്പൊ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല ചെല്ല. കാരണം യൂട്യൂബിലും അവിടെ കേട്ടിട്ട് ഇവിടെ കേട്ടിട്ടെല്ലാം മടുത്തുപോയി. ചില മക്കളുടെ സാധാരണ എങ്ങനെ വാൾ ചെന്ന് അതേപോലത്തെ രീതിയിൽ വാൾ ചെല്ലും. പേരോട് ഉസ്താദ് എങ്ങനെ വാൾ ചെല്ലും അതേപോലെ ചെല്ലും. നഈം ഉസ്താദ് എങ്ങനെ വാൾ അതേപോലെ ചെല്ലും. അങ്ങനെയുള്ള ഒരു കാലം എത്തിപ്പോയി. വാളിന്റെ ആവശ്യമില്ലാത്ത ഒരു കാലമാണ്. നമുക്ക് നെനപ്പായുണ്ട്. ഒരു ഉദാഹരണം ചെന്നെങ്കിൽ, പണ്ടെല്ലാം മുത്താലിമീങ്ങ വാളുകെല്ലാം പോയിക്കൊണ്ടിരുന്നു. നാനും പോയി. ನಾನು റമളാന് സാധാരണ 1, 2, 3 ആകുമ്പോ ഘട്ടത്തിക്ക് പത്തിയെങ്കില് പിന്നെ പണ്ടെപ്പ കൊണ്ടുണ്ട 27 പണ്ടരാത്ത്. അത് അങ്ങനത്തെ ഒരു കാലം. അങ്ങനെ പണ്ടെല്ലാം മുത്താലിമീങ്ങള് വയലിന് പോകും. ഇപ്പൊ പോവില്ല. ഇപ്പൊ പോയെങ്കിലും സ്വീകരിക്കാനും ആളില്ല, ബഹുമാനിക്കാനും ആളില്ല. ചില പള്ളിയിൽ ചില മുക്രിക്കന്മാർ മുത്താലിമിനെ കാണുമെന്ന് വാര കണ്ണിൽ നോക്കും. ഇങ്ങനെയല്ല കുറെ കാലങ്ങൾ. അന്നതുപോലെ ഒരു മുക്രിക്ക ജന്തുക്കളെ എന്തൊരു ഉസ്താദ് വാൾ ചെല്ലും. ഇവിടെ പൂച്ച അടക്ക വാൾ ചെല്ലും. എന്തിനെ പൂച്ച അടക്ക വാൾ ചെല്ലുന്നത്. ആരെ വാളിവിടെ അകത്തിയില്ല. അപ്പൊ ഈ പോയ മുത്താലിമുത്തല് കാർവാർ കാട്ടും. മുത്താലിം അവിടെ ആട്ട പിടിച്ച് ജന്തുവല്ല. പൂച്ച എങ്ങനെ വാൾ ചെല്ലും ഞങ്ങൾ കാട്ടണം. പൂച്ച എങ്ങനെ വാൾ, പൂച്ചയുടെ എടുത്തോ വന്നിട്ട് പൂച്ചര മുട്ട നിപ്പാട്ടിട്ട് മുക്കരിക്ക ഓതിത്തി. എന്തിനാ ഓതി വന്നിട്ടുണ്ടാ? അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊന. ജൽമ പൂച്ചക്ക് ഒരു അടി വെച്ചിട്ട് ബേക്കലോടുകൂടെ പൂച്ച മാവും ചെന്നിട്ട് ഓർക്കും. അവ ചെന്ന് കണ്ടില്ലേ, നാണ് ബുട്ട ആയത്തിരെ പൂച്ച പൂർത്തിയാക്കി എന്നതുപോലെ ഇതിന്റെ വാള ആർക്കും അകത്തിൽ എല്ലാവരും വാദിച്ചിട്ടുണ്ടെങ്കിൽ മെമ്പർമാരും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എല്ലാവർക്കും വാള് കൊന്തു. പക്ഷെ മനുഷ്യ ഉണ്ട് ഏറ്റവും വലിയ തേടിയോണ്ടിക്കിടെ പക്കായിട്ടിക്കിട് എവിടെ ദിക്റുടെ മജ്ലിസ് ഉണ്ട്, എവിടെ സലാത്തിലെ മജ്ലിസ് ഉണ്ട്, എവിടെ ഞങ്ങളെ പരിഹാരത്തിന് ഞങ്ങളെ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ അത് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്, ധാരോളം ഉണ്ട്. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് ഞങ്ങളെ എല്ലാ പ്രശ്നത്തിന് പരിഹാരമുള്ള മജ്ലിസിന്റെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ചൊല്ലിയത് യജമാനനായ റബ്ബിന്റെ ദിക്റാണ്. യജമാനനായ റബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്ന് ഇത്ര കാലം നമ്മൾ ജീവിച്ച് കണക്കില്ലാത്ത നിഅമത്തുകൾ അല്ലാഹു നമുക്ക് നൽകി, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ചോദിച്ചു തന്നതല്ല, ചോദിക്കാതെ തന്നെ ഒരുപാട് നിഅമത്തുകൾ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്തിനെ കണക്കൂട്ടിയാൽ അത് കണക്കാക്കാൻ കഴിയില്ല. അത്ര നിഅമത്തുകള് യജമാനനായ റബ്ബ് നമുക്ക് നൽകി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളെ വയറ്റിൽ ഒരു ടാങ്കി ഉണ്ട്. നമ്മളെ ഭക്ഷണങ്ങള് വെള്ളങ്ങളൊക്കെ പോയി കൂടുന്ന ഒരു ടാങ്കി. ആ ടാങ്കിന്റെ ഫൗർ എത്രയാണ് അറിയോ?
ആ ടാങ്കിനുള്ള വില എത്രയാണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ 1 കോടിയുടെ അല്ലെ 2 കോടിയുടെ 3 കോടിയുടെ കാർ എടുത്താൽ ആ കാർ ഓടണമെങ്കിൽ അതിന് ഒന്നിരിക്കലോ പെട്രോൾ വീത്തണം, അല്ലെങ്കിൽ ഡീസൽ വീത്തണം. അങ്ങനെ ഒരു പമ്പിൽ പോയി നമ്മൾ എന്താക്കി, ഡീസൽ വീത്തേണ്ട കാറിന് പെട്രോള് മറന്ന് വീത്തിപ്പോയി. എങ്കിലും മനസ്സിലാക്കണം, ആ കാർ അവിടെ നിന്ന് അനങ്ങുന്നില്ല. നിന്റെ കാറിനുള്ള വില എത്രയാണറിയോ? 1 കോടിയല്ല, 2 കോടിയല്ല, 3 കോടി. പക്ഷേ ആ കാറിന് വീത്തേണ്ടത് ഡീസലായിരുന്നു. മറന്നുകൊണ്ട് പെട്രോൾ വീത്തിയ കാരണം കൊണ്ട്. പക്ഷേ പെട്രോൾ ആണെങ്കിൽ ഡീസലിനേക്കാൾ വില വധിക്കപ്പെട്ട വസ്തുവാണ്, നല്ല പവറുള്ള സാധനമാണ്. പക്ഷേ കാർ അവിടെ നിന്ന് അനങ്ങുന്നില്ല, കാർ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ മുഅ്മിനീങ്ങളെ ഫിൽറ്ററുകൾ വന്ന് പെട്രോളൊക്കെ കാലി ചെയ്ത് അതിനെ വേണ്ട പ്രയോഗമൊക്കെ നടത്തി പിന്നെ ഡീസൽ വീത്തിയതിന് ശേഷമാണ് കാർ ഓടുന്നത്. മനുഷ്യരായ ഞാനും നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹ് ഇന്ന് രാവിലെ മുതൽ രാത്രിയുടെ ഇടയിൽ എന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള ടാങ്കി ഉണ്ടല്ലോ, അതിലേക്ക് പോയത് ഏതെല്ലാം തരത്തിലുള്ള വെള്ളമാണ്. കട്ടച്ചായ കുടിച്ചവറുണ്ട്, പഞ്ചസാര ചായ കുടിച്ചവറുണ്ട്, പാല് കുടിച്ചവറുണ്ട്, പെപ്സി കുടിച്ചവറുണ്ട്, അതുപോലെ തന്നെ പല ഐറ്റമുകൾ വെള്ളം കുടിച്ചവറുണ്ട്. പക്ഷേ നിന്റെ ശരീരത്തിന് മാറ്റമില്ല, നിനക്കൊരു ചേഞ്ചസ് ഇല്ല, നിനക്കൊരു പകർച്ചയില്ല. ഇതാണ് അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്ത്. ഇതൊരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ കോടിക്കണക്കിലുള്ള കാറിനേക്കാൾ വില വധിക്കപ്പെട്ട വസ്തു നിന്റെ വയറ്റിലുള്ളത് നിനക്കറിയുമോ? അതാണ് മഹാന്മാർ പറഞ്ഞത്, യബ്നാദം അൽ അജബു, മോനെ അത്ഭുതപ്പെടേണ്ടത് ഏതെങ്കിലും പുറത്തു കാണുന്ന സർക്കിൾ കണ്ടോ, ഏതെങ്കിലും വിശേഷതകൾ കണ്ട് അത്ഭുതപ്പെടണ്ടോ. ഈ ലോകത്ത് അത്ഭുതപ്പെടുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് നീ, വലിയ അത്ഭുതം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള യജമാനനായ റബ്ബിന്റെ ദിക്റുകളാണ് നമ്മൾ ചൊല്ലുന്നത്. എന്തുകൊണ്ട് നമുക്ക് താല്പര്യമില്ല? എന്തുകൊണ്ട് നമുക്ക് മജ്ലിസിൽ ഇരുന്ന് ഇരിക്കാൻ തോന്നുന്നില്ല? എന്തുകൊണ്ട് ആ ദിക്റ് ചൊല്ലുമ്പോൾ യജമാനനായ റബ്ബിനെ മാത്രം ഖൽബിൽ കരുതിക്കൊണ്ട് ചൊല്ലാൻ നമ്മളെ മനസ്സ് അനുവദിക്കുന്നില്ല? മുഅ്മിനീങ്ങളെ, അതാണ് ബഹുമാനം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വലദിക്റുല്ലാഹി അക്ബർ. ലോകത്ത് ഏറ്റവും വലിയത് അല്ലാഹുവിന്റെ ദിക്റാണ്. അല്ലാഹുവിന്റെ ദിക്റിനേക്കാൾ വലിയത് ലോകത്ത് ഒന്നുമില്ല. ലോകത്ത് ഏറ്റവും വലിയതാണ് അല്ലാഹുവിന്റെ ദിക്ർ. അതിനേക്കാൾ വലിയത് ലോകത്ത് ഒന്നുമില്ല. ആ ഒരു ദിക്റിന് വേണ്ടി ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റബ്ബിന് ദിക്ർ ചൊല്ലാൻ വേണ്ടി നമ്മൾ സമയമെടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ നീ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ വെച്ച് ആ യജമാനനായ റബ്ബിന്റെ വെള്ളം കുടിക്കാൻ നിനക്കിവിടെ അധികാരമില്ല. അവന്റെ നിഅമത്ത് സുഖിക്കാൻ നിനക്കിവിടെ അധികാരമില്ല. കാരണം എന്തേ? ഒരു 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ആ റബ്ബിനെ ഓർക്കാനുള്ള സമയം നീ കണ്ടെത്തില്ലെങ്കിൽ നിന്നെ പോലെ നന്ദി കെട്ടവൻ ലോകത്ത് വേറെ ആരുണ്ട്? അല്ലാഹു നമ്മളൊക്കെ കാത്ത് സലാമത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനങ്ങളെ, ദിക്റിന്റെ ബഹുമാനം അല്പം പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ദിക്റിന്റെ ബഹുമാനം പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ബഹുമാനം മനസ്സിലാക്കിയിട്ടാണ് സദസ്സിലിരുന്നത്. അങ്ങനെയുള്ള ദിക്റിന്റെ മജ്ലിസിൽ വെച്ച ഒരു തേൻ ഇവിടെ ഉണ്ട്.
അത് ഇൻഷാ അല്ലാഹ് സാദാ തങ്ങളെ കറാമത്ത് കൊണ്ടോ അല്ല ബഹുമാനം കൊണ്ട് ആരും വാങ്ങണ്ട. ലോകത്തെ ഏറ്റവും വലിയത് ദിക്റാണ്. അതിനേക്കാൾ വലിയത് ഒന്നുമില്ല. ആ ദിക്റിന്റെ സദസ്സിൽ വെച്ച തേന് ഇത് എനിക്ക് പരിഹാരമാകണം, എനിക്കിത് രോഗശമനത്തിന് പരിഹാരമാകണം. ഈ നിലക്ക് നീയത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് തുടക്കം ഒന്ന് വാങ്ങിയാൽ പിന്നെ നല്ല ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് വഅള് ചൊല്ലിട്ട് നമുക്ക് ദുആഇരുന്ന് പിരിയാം അല്ലേ? ഇൻഷാ അല്ലാഹ് തുടങ്ങണം. 100 രൂപ കൊടുത്താൽ മതി. ഇന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നാളെ കൊടുത്താലും മതി. പക്ഷെ അത് കൊണ്ടുപോയിട്ട് എന്റെ പേര് അവിടെ അറിഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല എന്ന് എടുത്ത് വെച്ചാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും. അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാ ആവേശത്തിൽ അതിൽ ആവേശത്തിൽ പറഞ്ഞു. അതാണ് അതും കൂടിയുണ്ട്. പിന്നെ നിർബന്ധിച്ച് കറാമത്ത് ചെല്ലിട്ട് പിന്നെ എണിച്ചത് കൊണ്ട് ചിലപ്പോൾ അത് ആവേശമാവൂല. പറയലോടുകൂടെ ദിക്റിന്റെ സദസ്സിൽ വെച്ച തേൻ ഇൻഷാ അല്ലാഹ് അത് ബർക്കത്തുള്ള തേനാണ്. ആ നിലക്ക് വാങ്ങിയാൽ അള്ളാഹു ബർക്കത്താക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് നമ്മൾ ആദമൊക്കെ എടുത്തു. അള്ളാഹു ബർക്കത്ത്. ബിസ്മില്ലാഹ്.